രക്ഷിതാക്കൾ നോക്കുന്നില്ല എങ്ങോട്ടാണ് നമ്മുടെ മക്കൾ ഇരുട്ടായാൽ പോകുന്നത്. പകലൊക്കെ നല്ല രക്ഷിതാക്കൾ നല്ല സൗമ്യമായിരിക്കാം. അവരൊക്കെ പകലൊക്കെ നല്ല ജനാധിപത്യ മര്യാദയിലൂടെ പ്രവർത്തിച്ചു പോരുന്ന രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കാം. പക്ഷേ രാത്രി ഗ്രാമങ്ങളിൽ അവർ ചെയ്യുന്നത് എന്താണ്? അഭ്യാസങ്ങൾ അഭ്യസിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വന്തം സഹോദരനെ കൊല്ലുവാൻ വേണ്ടി. അതിൽ നിന്ന് നല്ല ഉന്മേഷം അവർക്ക് കിട്ടുന്നു. എങ്ങനെ കിട്ടുന്നു? അവർ എന്താണ് ചെയ്യുന്നത്? അവർക്ക് വിഷം കുത്തിവെക്കുന്നു. ഇതിലും കുറെ നേതാക്കന്മാർ, അവരെ പുകഴ്ത്താനും നേതാക്കന്മാർ, അവർക്കെതിരെ പറയുന്നവരെ തലയെടുക്കാനും നേതാക്കന്മാർ, അവരുടെ കാല് വെട്ടാനും നേതാക്കന്മാർ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് നമ്മുടെ യുവാക്കൾ പോകുന്നത് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. നമ്മൾ നമ്മുടെ യുവാക്കളെ, നമ്മുടെ സമൂഹത്തെ നാം നേരായ വഴിയിലേക്ക് നയിക്കാൻ ഒരു പ്രസ്ഥാനക്കാരും തയ്യാറാകുന്നില്ല, രാഷ്ട്രീയക്കാരും തയ്യാറാകുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും അവരുടെ അണികളെ നേരായ ദിശയിലേക്ക് നയിക്കാൻ, മദ്യത്തിനെതിരെ സംസാരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവുന്നില്ല. കാരണം മദ്യത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ സംസാരിച്ചാൽ ജാഥയുടെ നീളം കൂട്ടാൻ അണികളെ കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായാണ് ഇന്ന് നാം ഉള്ളത്. തെരഞ്ഞെടുപ്പ് വേളയിൽ നമുക്ക് 10 വോട്ട് കിട്ടണമെങ്കിൽ 10 കുപ്പി പൊട്ടിക്കണം. ഇതാണ് അവസ്ഥ നാം കണ്ടുകൊണ്ടുവരുന്നു. ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് കള്ളുകുപ്പികൾ പിടിക്കപ്പെടുന്നു ഇലക്ഷൻ സമയത്ത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ? അരാജകത്വം നമ്മുടെ നാട്ടിൽ നിറഞ്ഞൊഴുകുന്നു. എന്തുകൊണ്ട്? തിന്മ അത് മാത്രം വിളയുന്നു. നന്മയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. നന്മ നാട്ടിൽ നിന്നും പാടെ തകർന്നു പോയിരിക്കുന്നു. നന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും പ്രസംഗിച്ചാൽ, ശബ്ദിച്ചാൽ അവൻ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അതാണ് ഇന്ന് നാട്ടിലുള്ളത്. തീവ്രവാദത്തിന് പ്രസംഗിച്ചാൽ അവൻ നാട്ടിൽ ഒറ്റപ്പെടുന്നു. മദ്യപാനത്തിന് പ്രസംഗിച്ചാൽ അവൻ ഒറ്റപ്പെടുന്നു. അവനെ അത്ര പ്രസംഗിക്കുന്നവരെ, അത്തരം പ്രവർത്തകരെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. പിന്നെ നാട് എവിടുന്ന് നന്നാവാൻ? നേരെ മറിച്ച് ഇത്തരം സംഘടനകൾക്ക്, ഇതിലൊരു കക്ഷി രാഷ്ട്രീയമോ ജാതി മതമോ ഇല്ലാത്ത ഇത്തരം സംഘടനകൾക്ക് ഇത്തരം വഴിവിട്ടു പോകുന്നവരെ നേർവഴിയിലേക്ക് നയിക്കാൻ ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതിന് വേണ്ടത് നമ്മുടെയൊക്കെ പ്രോത്സാഹനം, അവർ പറയുന്ന സഹകരണങ്ങൾ, അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞു. അതിനുള്ള സാഹചര്യം ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇത്രയും ജനക്കൂട്ടം ഇവിടെ വന്നു. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നൊരു ജനപ്രതിനിധിയോട് നാം പറഞ്ഞു. ആ ജനപ്രതിനിധി എല്ലാം മറന്നുകൊണ്ട്, എല്ലാ തിരക്കുകളും ഉപേക്ഷിച്ച് ഞാൻ വരാം, നിങ്ങളുടെ ഈ നല്ല ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ എന്റെ സഹായവും ഞാൻ നൽകാം എന്ന് പറഞ്ഞ് അദ്ദേഹവും ഇവിടെ വന്നു. ഇത്തരം ജനപ്രതിനിധികളാണ് നമുക്ക് ആവശ്യം. അത് വാർഡ് മെമ്പർമാരായിരുന്നാലും ശരി, MLA മാരായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, നാം ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുമ്പോൾ